നാളെ കുചേല ദിനം. നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും തീർക്കാനായി സാക്ഷാൽ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരുന്ന ദിവസം നാളെ തീരും വരെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഓരോ വീട്ടിലും ഉണ്ടെന്നാണ് കണക്ക്. ഭഗവാൻ നമ്മുടെ ഓരോ കാര്യങ്ങളും കണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കുചേല ദിനത്തിൽ വീട്ടിൽ ചെയ്യുന്നത് അതീവ ദോഷമാണ്. ഒരിക്കലും അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റുകൾ വീട്ടിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അതിനേക്കാൾ വലിയ ദോഷം ഇനി വരാനില്ല എന്നതാണ് സത്യം. വീട് മുടിയാൻ ആ കാരണങ്ങൾ മാത്രം മതി. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതൊരിക്കലും കുചേല ദിനത്തിൽ, അതായത് നാളെ ചെയ്യാൻ പാടില്ല എന്നതാണ്. ആരെങ്കിലും ഈ തെറ്റുകൾ ചെയ്യാറുണ്ടെങ്കിൽ നാളത്തെ ദിവസം ഇത് ഒഴിവാക്കുക. കുചേല ദിനം നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ഒന്നാമത്തേത്, നാളത്തെ ദിവസം നിങ്ങളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ മരത്തിലൊക്കെ ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ആട്ടിപ്പായിക്കരുത്. ഉപ്പൻ വരിക എന്നത് കുചേല ദിനത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒന്നാണ്. ബാക്കിയുള്ള ദിവസം പോലെയല്ല കുചേല ദിനത്തിൽ ഉപ്പനെ കാണുക എന്ന് പറഞ്ഞാൽ മഹാസൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനായി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത്, വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് ശകുനം കാണുന്നത് ഒരു ഉപ്പനെയാണ് എന്നതാണ്. ആ ഉപ്പനെ കണ്ടുകൊണ്ടാണ് കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ഇറങ്ങുന്നത്. നാളെ വീടിന്റെ പരിസരത്ത് ഒരു ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല. നമ്മൾ ഉപ്പനെ ആട്ടിപ്പായിക്കുകയോ കല്ലെടുത്തെറിയുകയോ ചെയ്താൽ അതിൽ പരമൊരു ദോഷം വേറെയില്ല. രണ്ടാമത്തേത്, നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോകുന്നവർ വെറും കൈയോടെ പോകരുത് എന്നതാണ്. ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുപോകണം എന്നതാണ്. സമ്മാനം എന്ന് വെച്ചാൽ കുറച്ച് നാണയത്തുട്ടുകളായിട്ട് പോവുക, 4-5 നാണയത്തുട്ടുകളായിട്ട് പോവുക. അതു പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു തുളസിമാല അല്ലെങ്കിൽ അവിൽ കിഴി സമർപ്പിക്കാനായിട്ട് രസീതാക്കാം. വെറും കൈയോടുകൂടി നാളെ ഭഗവാനെ കാണാൻ പോകരുത് എന്നതാണ് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കഴിയുന്നത് എന്താണോ അത് സമർപ്പിക്കുക. വെറും കൈയായിട്ട് ഭഗവാനെ കാണരുത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത്, നാളെ ആരും ഭിക്ഷ ചോദിച്ച് വീട്ടിൽ വന്നാലും വെറും കൈയോടെ മടക്കി വിടരുത് എന്നാണ്. ഇനി നിങ്ങൾ പോകുന്ന വഴിയിൽ ഒരു ഭിക്ഷാടകൻ നിങ്ങളോട് ചോദിച്ചാലും എന്തെങ്കിലും തരൂ എന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നൽകുക. അത് നാണയങ്ങളോ 1, 2, 5 ആയാലും നൽകുക. പല രീതിയിൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കുന്ന ദിവസമാണ് അത്. കുചേല ദിനം എന്ന് പറയുന്നത് തന്നെ ഐശ്വര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ദിനമായാണ് കണക്കാക്കുന്നത്. ദൈവം പല രൂപത്തിൽ വരും. ഭിക്ഷ ചോദിച്ച് ആര് വന്നാലും കൊടുക്കുക. നാലാമത്തേത്, അടുത്തത് കാക്ക വീട്ടിൽ വന്നാൽ അടുത്ത് വന്ന് ശബ്ദമുണ്ടാക്കിയാലോ അതിനെ ആട്ടിപ്പായിക്കാനോ കല്ലെടുത്തെറിയാനോ ഒന്നും പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് വീടിൻ്റെ അടുക്കളപ്പുറത്ത് കാക്ക വന്ന് ശബ്ദമുണ്ടാക്കുന്നത്, അടുക്കളപ്പുറത്ത് കാക്കയുടെ ശബ്ദം കേൾക്കുന്നത് ശുഭകരമായിട്ടുള്ളൊരു ദിവസമാണ്. ശുഭശകുനമായിട്ടാണ് ഇതിനെ കാണുന്നത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസം നിർബന്ധമായിട്ടും ആഹാരം കളയാതിരിക്കുക എന്നതാണ്. ആഹാരം ശ്രദ്ധിക്കുക എന്നതാണ്. ആഹാരം ആവശ്യത്തിന് മാത്രം ഇട്ടുവയ്ക്കുക. ഒരു കാരണവശാലും ആഹാരം വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുള്ള സമയമാണ്. ഈ സമയം ഭഗവാൻ ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നാളെ ഭക്ഷണം കളയേണ്ടി വന്നാൽ അതിൽ പരം ഒരു ദോഷം വേറെയില്ല. ഒരുപാട് ഭക്ഷണമൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ അളവറിഞ്ഞ് വയ്ക്കുക. ആറാമത്തേത്, നാളത്തെ ദിവസം യാതൊരു കാരണവശാലും വീട്ടിൽ നിലവിളക്ക് കരിന്തിരി എരിയരുത്. കുചേല ദിനത്തിൽ കരിന്തിരി എരിയുന്നതിൽ പരം ദോഷം വേറെ വരാനില്ല എന്നതാണ്. വീട് മുടിയുമെന്നാണ് പറയുന്നത്. സർവനാശത്തിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് വിളക്ക് വയ്ക്കുന്നവര് കൃത്യമായി നോക്കി നിന്ന് വിളക്കണയ്ക്കണം എന്നാണ്. ഏഴാമത്തേത്, നാളത്തെ ദിവസം കുഞ്ഞുങ്ങളെ കരയിപ്പിക്കരുത്. ആവശ്യമില്ലാതെ വാശി പിടിപ്പിക്കുക, കുട്ടികളെ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിക്കുക, സങ്കടപ്പെടുത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഭഗവാൻ വരുമ്പോൾ ആദ്യം നോക്കുക ആ വീട്ടിലെ കുഞ്ഞുങ്ങളെയാണെന്നാണ് പറയുന്നത്. അവരുടെ കണ്ണു കലങ്ങിയിരുന്നാൽ ഭഗവാന്റെ കണ്ണ് കലങ്ങുമെന്നാണ് പറയുന്നത്. അത് ദോഷമാണ്.
എല്ലാം നടത്തി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളെ കുചേല ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.